ടെലഗ്രാമിൽ നിങ്ങൾക്ക് രാവിലെ ബൈ റേഞ്ച് കിട്ടുന്നു 83.95. സ്റ്റോപ്പ് ലോസ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ തരുന്നു 82. നിങ്ങൾ അവിടെ ഒരു ബോക്സ് വരയ്ക്കുന്നു, അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുന്നു 83.95. ചാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. മൗസ് ആ പ്രൈസിൻ്റെ സ്കെയിലിൽ കൊണ്ടിരുന്നു. നമ്മൾ 95 ആ ഒരു പ്രൈസ് റേഞ്ച് കണക്കാക്കിക്കൊണ്ട് നമ്മൾ ബൈ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് കിട്ടി. ലിമിറ്റഡ് പ്രൈസിൽ നിങ്ങൾ 95 എന്ന് എൻറ്റർ ചെയ്യുന്നു. അതിന് മുമ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നു. നമ്മൾ ലിമിറ്റ് ഓർഡറാണ്, പ്രൈസ് 95 ആണ്, മാർജിനാണ്, റെഗുലറാണ്, അതെല്ലാം നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തു, ഒന്ന് കൺഫേം ചെയ്തു. കാരണം പ്രൈസ് മുകളിൽ നിൽക്കുന്നേ ഉള്ളൂ, താപ്പോട്ട് ഇറങ്ങി വന്നിട്ടില്ല, നമുക്ക് സമയമുണ്ട്. നമ്മൾ ബൈ ബട്ടണിൽ പ്രസ് ചെയ്തു, ഓർഡർ പ്ലേസ് ആയി. എൻ്റെ ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് 95 ഞാൻ ബൈ ചെയ്തതുകൊണ്ട് അതിൻ്റെ കൂടെ 5 പോയിന്റ് കൂടെ ആഡ് ചെയ്ത് 100 എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. ലോങ് പൊസിഷൻ ടൂളിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. പ്രോഫിറ്റ് ലെവലിൻ്റെ അവിടെ ഞാൻ 100 ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. 95 + 5 100. ഓക്കെ ഞാൻ പ്രസ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും പ്രൈസ് സ്കെയിലിൻ്റെ അവിടെ എത്തുന്നു. സെൽ ഓർഡറിൽ പ്ലേസ് ചെയ്യുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് 82 ആണ്. ഞാൻ സ്റ്റോപ്പ് പ്രൈസ് ആയിട്ട് 82 ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ കൊടുക്കേണ്ടത് സ്റ്റോപ്പ് ലിമിറ്റ് ആണ്. അതായത് 82-നെക്കാട്ടിലും താഴെയുള്ള ഒരു പ്രൈസ് വേണം ഞാൻ കൊടുക്കാൻ. അതൊരു 2 രൂപ ഗ്യാപ്പിൽ ഞാൻ 80 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ സെൽ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ബൈ ട്രിഗർ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സെറ്റിങ്സുകളും നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി സെൽ ബോക്സ് എടുത്ത് നമ്മൾ റെഡിയാക്കി വെക്കുന്നു. ബൈ ഓർഡർ ട്രിഗർ ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ സെൽ ഓർഡറിൽ പ്ലേസ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ബൈ ഓർഡർ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ സെല്ലെന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാൻ മാത്രമേ ചെയ്യാവൂ. ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് 106-ലാണ്. അവിടുന്ന് താഴേക്ക് വന്ന് 95-ൽ എത്തിയാൽ മാത്രമേ നമ്മളുടെ ബൈ ഓർഡർ ട്രിഗർ ആവൂ. നമ്മൾ വെയിറ്റിങ്ങിലാണ്. നമ്മൾ ഓർഡർ കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞു. ഇനി നമ്മളൊരു ട്രെൻഡ് ലൈൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുവാണ്. നിങ്ങൾ വരച്ച് നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അറിയാവുന്നവർക്ക് വരച്ച് നോക്കാം. ഇപ്പം ലൈവ് അനാലിസിസ് നടത്താൻ വേണ്ടി കഴിവുള്ള ആൾക്കാരൊക്കെ ഇപ്പം അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യം, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, ഇതിനി മുകളിലേക്ക് പോയി, ഒരു ട്രെൻഡ് ലൈനിൽ ഒരു റീടെസ്റ്റ് ഒക്കെ നടത്തി ഇതിനി മുകളിലേക്ക് തന്നെ പോകും, ഒരു ബ്രേക്ക് ഔട്ട് ആണല്ലോ ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു വിചാരത്തിൽ ഇവിടുന്ന് ട്രേഡ് ചാടി കയറി എടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഈ ഒരു പോയിന്റിൽ. പക്ഷെ നമ്മുടെ ബൈ റേഞ്ചിൽ വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കും. കാരണം എന്താ, നമ്മുടെ കേസ് 1 എൻട്രിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തീരുമാനിച്ച് വളരെ ഡിസിപ്ലിനോടുകൂടി ട്രേഡ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഇൻട്രാഡേ ഓപ്ഷൻ ബയേഴ്സ് ആണ്. ഇതിനകത്തിലൊന്നും കണ്ട് നമ്മൾ ഒരു കാരണവശാലും മതിമയങ്ങുവോ ഭ്രമിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമ്മുടെ പ്ലാനിലില്ലാത്ത ഒരു ട്രേഡ് നമ്മൾ പെട്ടെന്ന് കയറി അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ നമ്മളുടെ ക്രൈസിസ് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് ഒക്കെ പ്രശ്നത്തിലാവും. അവിടുന്ന് കയറി പോവാണെന്ന് നമ്മൾ കാണുമ്പോൾ എടുക്കാനുള്ള ടെംപ്റ്റേഷനൊക്കെ നമുക്ക് തോന്നും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ആ മൈൻഡ് സെറ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ആസ് പെർ സ്ട്രാറ്റജി നമ്മൾ നോക്കുമ്പോൾ മുമ്പത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ബ്രേക്ക്ഔട്ട് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ട്രേഡ് അറ്റൻഡ് ചെയ്യാവൂ. പക്ഷെ ആസ് പെർ അവർ പ്ലാൻ വി ആർ റെഡി ടു വെയിറ്റ്. 95-ൽ പ്രൈസ് എത്തിയാൽ മാത്രമേ നമ്മൾ വാങ്ങിക്കൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ വേണം ഈ സമയത്ത് നമ്മുടെ മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇത് വെക്കാൻ. മനസ്സിലായോ? അപ്പം നമ്മളുടെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഡേ ബൈ റേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യണം ഇന്നത്തെ ദിവസം. നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം അങ്ങനെ ഒരു ക്ലൂ ആണ്. അതായത് എപ്പോഴും അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ പ്രീവിയസ് ഡേയിൽ ഒരു സപ്പോർട്ടായിരുന്നു അത്. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് താഴെ വന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത് പ്രീവിയസ് ഡേ ബൈ റേഞ്ച് ആയിട്ട് നമ്മൾ ചാർട്ടിൽ അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക, നമ്മൾ മറന്നു പോകാതിരിക്കുക. നമുക്ക് 5 പോയിന്റ് മതി. ബൈ റേഞ്ചിൽ എത്തിയാൽ നമ്മൾ 5 പോയിന്റ് കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യും. സെൽ ബോക്സ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് താഴെ വരുന്നവരെ നമ്മൾ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബോറിംഗ് ഉള്ള ഒരു പരിപാടിയാണെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. ഇവിടെ ഇപ്പം ആ ട്രെൻഡ് ലൈന് ബ്രേക്ക് കൊടുത്തു, തിരിച്ചതിനെ റീടെസ്റ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും ആ പ്രൈസ് താഴേക്ക് വരുവാണ്. നമുക്ക് ഈ സമയത്ത് അത് താഴേക്ക് വരുമോ വരത്തില്ലയോ ഇതൊന്നും നമ്മൾ
ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബൈ റേഞ്ചിൽ 95 പ്രൈസ് എത്തിയാൽ നമ്മളത് മേടിച്ചിരിക്കും. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു തോട്ട് പ്രോസസ്സ് പോകാൻ പാടുള്ളൂ. വേറെ ഒരു ചിന്തകൾക്കും മനസ്സിൽ ഒരു സ്ഥാനവും കൊടുക്കാൻ പാടില്ല. ഇൻഡിക്കേറ്ററിന്റെ ഹെൽപ്പും ബാക്കിയുള്ള പല കാര്യങ്ങളും പല സ്ട്രാറ്റജിയുടെ കൺഫർമേഷനും നിങ്ങൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ചില കൺഫർമേഷൻസും ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് തോന്നിയേക്കാം. ബട്ട് നമ്മൾ ആ ഏരിയയിലേക്ക് പോകുന്നതേ ഇല്ല. 95 പ്രൈസ് എത്തണം, ഞാൻ വാങ്ങിച്ചിരിക്കും. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ വരച്ച ട്രെൻഡ് ലൈനിൽ കൃത്യമായിട്ട് സപ്പോർട്ട് എടുത്ത് നിൽക്കുമായിരുന്നു മാർക്കറ്റ്. അവിടെ നിന്ന് ഇപ്പൊ താഴേക്ക് മാർക്കറ്റ് വീഴാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ വളരെ വിജിലന്റ് ആയിട്ടിരിക്കണം. നമ്മുടെ ബൈ റേഞ്ചിന് അടുത്തേക്ക് പ്രൈസ് എത്തുമ്പോൾ നമ്മൾ ആ ക്യാൻഡിലിന്റെ ബൈയിങ് പ്രഷർ നമ്മൾ കണ്ണുവെച്ചും മനസ്സുവെച്ചും അളക്കണം. അങ്ങനെ ആ താഴോട്ടുള്ള ആ തള്ളിച്ച നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറെ നാൾ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ബയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ആ ഒരു തോന്നൽ നമുക്ക് മനസ്സിനകത്ത് തോന്നുന്ന ഒരു ഇൻഡ്യൂഷൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം ഭയങ്കര ചങ്കിടിപ്പായിരിക്കും. കാരണം ഏത് നിമിഷം നമ്മുടെ ബൈ ഓർഡർ ട്രിഗർ ആവും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ സെൽ ബട്ടണിൽ പ്രസ് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെ പ്ലേസ് ചെയ്തു. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ഒരു എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോയില്ല, വേറൊരു കാര്യങ്ങൾക്കും പോയില്ല. ഇപ്പൊ നമ്മൾ അവിടെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ബൈ പ്രഷർ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ആ ഏരിയയിൽ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. അവിടെ ബൈ ഓർഡർ പ്ലേസ് ആവുന്നുണ്ടോ, മുകളിലേക്ക് പ്രൈസ് തള്ളുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. നമുക്ക് 5 പോയിന്റ് ടാർഗറ്റ് കിട്ടാതെ തല പോയാലും നമ്മൾ എക്സിറ്റ് ചെയ്യില്ല. ബൈ പ്രഷർ കണ്ടു, ക്വിക്കായിട്ട് നമ്മൾ മോഡിഫൈ ബട്ടണിൽ പ്രസ് ചെയ്തു. ഇമ്മീഡിയറ്റ് ടാർഗറ്റ് നമ്മൾ 100 ഇട്ട് കൊടുക്കാൻ റെഡി ആവുകയാണ്. അവിടെ നമ്മൾ 82 സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് റെഡിയാക്കി. നമ്മൾ വിചാരം ഇനിയിപ്പൊ തൊട്ട് കുറച്ചുകൂടെ പോയാൽ മതി, നമ്മൾ 100 എന്നുള്ളതാക്കി മാറ്റി. നമ്മുടെ സ്റ്റോപ്പ് പ്രൈസ് 100 എന്നുള്ളതാക്കി മാറ്റി റെഡി ആക്കിയിട്ടിരിക്കുകയാണ്. ടാർഗറ്റിൽ എത്തുമ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അവിടെ നമ്മൾ മോഡിഫൈ ബട്ടൺ നോക്കിയാൽ പ്രസ് ആവില്ല. കാരണം എന്താണ്? ലാസ്റ്റ് ട്രിഗർ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പൊ 99 നിൽക്കുന്നേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഇപ്പൊ ഇവിടെ കാണാം 99. ആ 99 98ആയി, 95ആയി, 98ആയി. അവിടെ നിന്ന് ഇനി അത് താഴേക്ക് പോരുവാണ്. അപ്പൊ നമുക്ക് എന്ത് പറ്റി? ഒരു നിരാശ ഇപ്പൊ തോന്നും. പക്ഷെ പ്രൈസ് ട്രെൻഡ് ലൈനിന് മുകളിലാണല്ലോ എന്നുള്ളൊരു ആശ്വാസവും ചിലപ്പം നമുക്ക് തോന്നും. ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു ചിന്തയും വരാൻ പാടില്ല. പകരം എന്ത് വേണം? 100 എന്നുള്ള ഒരു നമ്പർ നമ്മൾ ഇവിടെ കണ്ടാൽ ആ സ്പോട്ടിൽ ആ സെൽ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രൈസ് ചേഞ്ച് ആവുന്ന ഈ ഏരിയയുടെ തൊട്ടടുത്തായിട്ട് തന്നെ സെൽ ബട്ടൺ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചാർട്ടിലേക്കല്ല ഇപ്പൊ തൽക്കാലം നോക്കുന്നത്, പകരം മാറി മാറി വരുന്ന പ്രൈസ് ഏരിയയിലേക്കാണ് നോക്കുന്നത്. ഇപ്പൊ അത് 95ആയി താഴേക്ക് വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ വീണ്ടും എങ്ങോട്ട് വരണം? തിരിച്ച് ചാർട്ടിലേക്ക് വരണം. അവിടെ ബൈ പ്രഷർ കാണുന്നുണ്ടോ എന്നുള്ളതാണ് വീണ്ടും നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. ബൈ പ്രഷർ കണ്ടില്ല എങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ടെലഗ്രാമിനകത്തിൽ ആ സമയത്ത് ലൈവ് സപ്പോർട്ട് ഞാൻ കൊടുത്തു. എന്താണ്? ലുക്ക് ഓപ്പോസിറ്റ് സൈഡ് ചാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് നമ്മുടെ സ്ട്രാറ്റജി 2 വർക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇത് ലൈവ് മാർക്കറ്റിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ടാണ്. ആ ഏരിയയിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തോണം? ഓപ്പോസിറ്റ് സൈഡ് ചാർട്ടിൽ പോയി എടുക്കാനുള്ള പ്രവണത നിങ്ങൾ കാണിക്കണം. അതായത് നോക്കാനുള്ള പ്രവണത കാണിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഒരു സ്ക്രീനിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു സ്ക്രീൻ നിങ്ങൾ സിയും ഒരു സ്ക്രീൻ പിയും ആയിട്ട് എടുത്തിട്ടിരിക്കണം. ഈ കേസിൽ നമ്മളിവിടെ പി ആണ്. ഇപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? അവിടെ ഒരു ബൈയിങ് പ്രഷർ കാണാൻ പറ്റുന്നുണ്ട്. മാർക്കറ്റ് നമ്മുടെ ബൈ റേഞ്ചിനകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സ്ലോ ആയി. ഇനി ആ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് എവിടെ ആണെന്നാണ് നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടത്. ആ ക്ലോസിംഗ് തൊട്ട് മുകളിലേക്ക് പോയി ആ ട്രെൻഡ് ലൈനിന് മുകളിലേക്കായി ക്ലോസ് ചെയ്ത് കിട്ടിയാൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ആയി. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ നമുക്ക് വീണ്ടും എന്താണ്? ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് ഉണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷയാണ്. പ്രൈസ് ഇപ്പൊ എവിടെ നിൽക്കുന്നത്? നമ്മുടെ പ്രൈസ് റേഞ്ചിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ലൈവ് മാർക്കറ്റിൽ കൃത്യമായിട്ട് സപ്പോർട്ട് തരാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് ഈ ടൈമിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ഇവിടെ ഫോളോ ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ പാനിക് ആവാൻ പാടില്ല. നമ്മൾ സെൽ ബട്ടണിൽ പ്രസ് ചെയ്യാൻ റെഡിയായി. 100 എന്ന് പറയുന്ന പ്രൈസ് നമ്മൾ സ്റ്റോപ്പ് പ്രൈസിൽ അവിടെ ഇട്ടു. ലിമിറ്റ് പ്രൈസ് ഇപ്പോഴും നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തു വെച്ച പ്രൈസ് 80 ആണെന്നുണ്ടെങ്കിൽ ആ 80 എന്നുള്ള പ്രൈസോ അല്ലെങ്കിൽ ഒരു 2 പോയിന്റ് താഴെ അതാണ് നമ്മൾ 82 ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെക്കാട്ട് താഴെ 2 പോയിന്റ്. അപ്പം നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. നമ്മൾ ടെക്നിക്കൽ എറർ ആണ് ഇപ്പോൾ. കാരണം പലതവണ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ടും ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ആയില്ല.
മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ മോഡിഫൈ ബട്ടൺ പ്രസ് ചെയ്തു, പക്ഷെ ആ സമയം ആ പ്രസ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അത് താഴോട്ട് പോന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൂളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക തന്നെ ചെയ്യുക. കാരണം നമ്മൾ 100 ആവാതെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, നമ്മുടെ ഓർഡർ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ പേഴ്സിനകത്ത് പൈസ കയറി. ഇതാണ് ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ഒരു എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ജോലി മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ഇനി ആദ്യം നിങ്ങൾക്ക് തന്നെന്തുമായിരുന്നു? ബൈ റേഞ്ച് ആയിരുന്നു. ഇപ്പൊ നമുക്ക് എന്തുവാണ്? ടാർഗറ്റ് അച്ചീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് നമുക്ക് ടെലഗ്രാമിൽ കിട്ടി. ഈ സമയം നിങ്ങൾ ട്രയലിൽ നിന്ന് എക്സിറ്റ് ചെയ്തിരിക്കണം. ടാർഗറ്റ് ഹിറ്റ് കഴിഞ്ഞു. ദിസ് ഈസ് കേസ് 1 എൻട്രി ഫിനിഷ്ഡ്. നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മെയിൻ ഗ്രൂപ്പിലേക്ക് പോകണം. അവിടെ എന്ത് ചെയ്യണം? പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ട് ആൾക്കാർ ഇട്ട് തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് മെയിൻ ഗ്രൂപ്പിൽ ഞാൻ പിന്നെ അതിനുള്ള നിർദ്ദേശം കൊടുത്തു. ടാർഗറ്റ് ഹിറ്റായി എന്ന് ഓരോരുത്തരുടെ ആയിട്ടുള്ള ID കാർഡ് വിത്ത് പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് കണ്ടില്ലേ? ഈ ഫോർമാറ്റിൽ നിങ്ങൾ അത് ഇട്ടുകൊണ്ടേ ഇരിക്കണം. കാരണം ഇത് ട്രേഡിംഗ് ജേർണൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണത്. അപ്പൊ നിർബന്ധമായിട്ടും നമ്മളുടെ സ്ക്രീൻഷോട്ടും ഈ പറയുന്ന ID കാർഡും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പ്രോഫിറ്റ് സ്ക്രീൻഷോട്ടിനോടൊപ്പം നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ട്രേഡിംഗ് ഡിസിപ്ലിൻ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ഒരു രീതിയിലും ചിന്തിക്കേണ്ട. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ട്രേഡിംഗ് പ്രൊസീജിയർ റൂൾ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ പെരുമാറുക. ഇതാണ് കേസ് 1 എൻട്രി. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നിങ്ങളുടെ എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജോലി ഇവിടെ അവസാനിച്ചു. അതിനെ മേലോട്ട് കയറി പോയാലും എടുത്താലും ഒന്നും നമ്മളിപ്പോൾ തൽക്കാലം മൈൻഡ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടി.